PSC എക്സ്പേർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത രീതികളെക്കുറിച്ചിട്ടാണ്. ഈ ഒരു എക്സാം പ്രിപ്പറേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രാക്ടീസ് ടെസ്റ്റസ്. നമ്മൾ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നത് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് മുന്നിലേക്ക് വരാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. മോക്ക് ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ PYQസും പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിൻ്റെ കാതൽ എന്താ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. കൂടാതെ രണ്ടാമത്തെ കാര്യമാണ് റിവിഷൻ. റെഗുലർലി റിവൈസ് ചെയ്യുക. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് വൺസ് എ വീക്ക് നിങ്ങളൊരാഴ്ച പഠിച്ചത് അവസാനത്തെ സാറ്റർഡേയ്സും അതുപോലെ തന്നെ സൺഡേയ്സും പ്രാക്ടീസ് ചെയ്ത് റിവിഷൻ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ എക്സാംസ് എഴുതുമ്പോൾ റിവ്യൂ ചെയ്യുക. നമ്മുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, എവിടെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതെല്ലാം നമ്മൾ റിവ്യൂ ചെയ്തിട്ട് എവിടെയാണോ മിസ്റ്റേക്സ് അത് നോട്ട് ചെയ്ത് അടുത്ത എക്സാമിൽ വരുമ്പോൾ ആ മിസ്റ്റേക്സ് ആവർത്തിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. PYQs തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളെ റാങ്ക് ലിസ്റ്റിലേക്ക് മുന്നിലേക്ക് വരാൻ വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്യും. പിന്നെ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കുക. ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാം നിങ്ങൾ എഴുതി നോക്കി അതിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തന്നെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. അതിന് ചെറിയൊരു റിവാർഡ് കൊടുക്കുക. അതായത് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നടക്കാൻ പോവുക പുറത്തേക്ക്. അങ്ങനെയുള്ള ചെറിയ ചെറിയ മോട്ടിവേഷൻസ് കൊടുത്ത് നിങ്ങൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുക. അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ടെലഗ്രാമിലൊക്കെ ധാരാളം സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ട്. അത് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യും. ടെലഗ്രാം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ടെലഗ്രാം തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. അത് നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ സ്റ്റേ ഹെൽത്തി. ഈ എക്സാംസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രം മതിയോ? പോരാ. നമ്മൾ നന്നായിട്ട് എക്സാം എഴുതാൻ കൂടി നമുക്ക് പറ്റണം. അതിന് നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിരിക്കണം. അതിന് നമ്മൾ എക്സസൈസ് ചെയ്യണം, ഹെൽത്തി ഡയറ്റ് എടുക്കണം, നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതും ഈ ഒരു എക്സാം പ്രിപ്പറേഷനിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ബ്രെയിനിന് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമിൻ്റെ തലേന്ന് ആ സമയത്തൊന്നും നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യരുത്. എക്സാമിൻ്റെ ഒരു 1 ഡേ മുന്നേ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്യുകയും മനസ്സിനെ റിലാക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിൽ നല്ലൊരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു എക്സാം പ്രിപ്പറേഷനിൽ ഉടനീളം നമുക്ക് വളരെയധികം ഡിസിപ്ലിൻ വേണം. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം പേഷ്യൻസ് വേണം. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മളെല്ലാ പ്രോഗ്രാംസിലും പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ പല പ്രോഗ്രാംസും നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. നമ്മുടെ അടുത്ത റിലേറ്റീവ്സിൻ്റെയും അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസിലൊക്കെ നമുക്ക് മാറി നിൽക്കേണ്ടി വരും. പക്ഷേ അവസാനം നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് അതെപ്പോഴും നമ്മുടെക്ക് ഒരു സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. അത് നമ്മളെ ജീവിതത്തിന് മുന്നോട്ടേക്കുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ആലോചിച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ ഒരു ഡിസിപ്ലിനോട് കൂടി പഠിക്കാൻ. അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിലെത്താൻ സാധിക്കും. പിന്നെ PYQസിൻ്റെ കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. അതെന്തായാലും പ്രാക്ടീസ് ചെയ്യുക. ഓരോ സബ്ജക്റ്റിനായിട്ട് ടൈം കൊടുക്കുക. ഡെയിലി നിങ്ങളൊരു ടൈം ബ്ലോക്കിംഗ് ഉണ്ടാക്കുക. ഒരു പ്രത്യേകമായിട്ട് അലോക്കേറ്റ് ചെയ്യുക ഒരു സ്പെസിഫിക് ടൈം ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ സമയം അത് മാത്രം പഠിക്കുക. 1 അവർ സബ്ജക്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബോറാവും. പിന്നെ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ബ്രേക്സ് എടുക്കുക. 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തതിന് ശേഷം അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക. അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ച് എല്ലാവരും വിജയത്തിലെത്തുക. ഞാൻ ഈ ഒരു സ്ട്രാറ്റജിയൊക്കെയാണ് ഫോളോ ചെയ്തത്. ടെലഗ്രാം ഗ്രൂപ്പ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എൻട്രി പോലുള്ള ആപ്സ് യൂസ് ചെയ്ത് അവരുടെ എക്സാംസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാം. താങ്ക് യു.